ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലേക്കുള്ള 21 വിളക്ക് പൂക്കള അൻപൊലി സമർപ്പണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. പ്രശസ്ത ഭാഗവത യജ്ഞാചാര്യനും ആധ്യാത്മിക പ്രഭാഷകനുമായ പള്ളിക്കൽ സുനിലും കുടുംബവുമാണ് ഭഗവതിക്ക് അൻപൊലി സമർപ്പിച്ചത്. ഭരണിക്കാവ് ദേവിക്ക് ഭക്തി നിർഭരമായ 21 വിളക്ക് പൂക്കള അൻപൊലി ഒരുക്കി ഭാഗവത യജ്ഞാചാര്യനും ആധ്യാത്മിക പ്രഭാഷകനുമായ പള്ളിക്കൽ സുനിലും കുടുംബവും. വർണ്ണാഭമായ ചടങ്ങുകളാണ് 21 വിളക്ക് പൂക്കള അൻപൊലിയുടെ ഭാഗമായി നടന്നത്. പള്ളിക്കൽ കടുവിനാൽ ദേവീക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയെ താലപ്പൊലികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വീകരിച്ച് അൻപൊലിക്കളത്തിലേക്ക് എത്തിച്ചത്. 101 ബാലികമാരുടെ താലപ്പൊലി, 21 വാദ്യങ്ങൾ, ചെണ്ടയും കൊമ്പും കുഴലും ചേർന്ന 7 താളക്രമത്തിലാണ് ഭഗവതിയെ സ്വീകരിച്ചത്. വഴിപാട് നടത്തിപ്പുകാർ വിളക്കും തലവുമേന്തി പിന്നിലേക്ക് നടന്നാണ് ദേവിയെ വരവേറ്റത്. കര ആചാരപ്രകാരമാണ് ദേവിയെ കുടുംബാംഗങ്ങൾ പിന്നിലേക്ക് നടന്ന് സ്വീകരിച്ചത്. പുഷ്പവീതി ഒരുക്കി നടന്ന സ്വീകരണ ഘോഷയാത്രയിലും അൻപൊലി ആഘോഷത്തിലും ദേശത്തെ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ദേവി ബിംബം 8ഓളം തിരുമേനിമാരുടെ നേതൃത്വത്തിലാണ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അൻപൊലിക്കളത്തിലേക്ക് എത്തിച്ചേർന്നത്. വഴിപാടുകാരനായ പള്ളിക്കൽ സുനിലിന്റെ വസതിക്ക് മുന്നിൽ തയ്യാറാക്കിയ 21 വിളക്ക് പൂക്കള അൻപൊലി കളത്തിലേക്ക് പ്രവേശിച്ചയുടൻ ഭക്തർ ആർപ്പുവിളികളായും വായ്ക്കുരവകളാലും അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി മാറ്റി. 9 വർണ്ണങ്ങൾ കൊണ്ടുള്ള പൂക്കൾ കൊണ്ടാണ് അൻപൊലിക്കളം വർണ്ണാഭമായി തയ്യാറാക്കിയത്. ഭരണിക്കാവ് ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രഘുകുമാർ, സെക്രട്ടറി സോമൻ ഉണ്ണിത്താൻ, പള്ളിക്കൽ നടുവിലെമുറി NSS കരയോഗം പ്രസിഡന്റ് രഘുകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 7 താളക്രമത്തിൽ തുള്ളിയുറഞ്ഞാണ് ഭഗവതി കളത്തിലെത്തിച്ചേർന്നത്. കളത്തിൽ 1 മണിക്കൂറോളം ചുവടുവെച്ച് ഭക്തർക്ക് ഭഗവതി അനുഗ്രഹം ചൊരിഞ്ഞു. അൻപൊലി വഴിപാടിന്റെ ഭാഗമായി 3 നേരം അന്നദാനവും കുടിവെള്ളവും തയ്യാറാക്കിയിരുന്നു. വഴിപാടുകാരായ പള്ളിക്കൽ സുനിൽ, ഡോക്ടർ ഷീല സുനിൽ, ശ്രീഹരി, ശ്രീരമ, ശ്രീലക്ഷ്മി, അഡ്വക്കേറ്റ് അഞ്ജന ശ്രീഹരി, പ്രൊഫസർ വിവേക്, കൊച്ചുമകൻ കണ്ണൻ എന്നിവരാണ് അൻപൊലി ഭഗവതിക്ക് സമർപ്പിച്ചത്. CDNet ന്യൂസ്, കറ്റാനം.